പ്രിയമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 2-ാം വാക്യം. അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്: മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. മറഞ്ഞിരിക്കുന്ന ആ ദിവ്യരഹസ്യം, നിഗൂഢമായി ഇരിക്കുന്ന ആ സ്നേഹസത്യം, സ്വർഗം നമുക്ക് സമ്മാനമായി നൽകിയ വിശുദ്ധ യൗസേപ്പ് പിതാവാണെന്നുള്ള ഒരു ചിന്ത മനസ്സിൽ നിറഞ്ഞു. തിരുസഭയുടെ പാലകൻ, കുടുംബങ്ങളുടെ സംരക്ഷകൻ, നന്മരുടെ മധ്യസ്ഥൻ, തൊഴിലാളികളുടെ മധ്യസ്ഥൻ, കന്യാവൃതക്കാരുടെ കാവൽക്കാരൻ. ദൈവം മനുഷ്യനായി അവതരിച്ചപ്പോൾ ഈ സ്നേഹദാതൻ്റെ മാറിലാണ് മുഖം ചേർത്തുറങ്ങിയത്. ഈ സ്നേഹദാതൻ്റെ വത്സല കരങ്ങളാണ് ആ ദൈവപുത്രനെ താരാട്ട് പാടി ഉറക്കിയത്. ആ നെഞ്ചിൽ ചേർന്ന് ആ വാത്സല്യം നുകർന്ന് ദൈവപുത്രൻ വളർന്നു. ഇങ്ങനെയുള്ള ആ ധ്യാനചിന്തകളൊക്കെ മനസ്സിൽ നിറഞ്ഞപ്പോൾ ഉറവെടുത്ത കുറേ ഗാനങ്ങൾ, ഈ ഗാനങ്ങളുടെ വഴികളിലൂടെ യൗസേപ്പ് പിതാവിനെക്കുറിച്ചുള്ള കൊച്ചു നുറുങ്ങി ചിന്തകളിലൂടെ നമുക്കും സഞ്ചരിക്കാം ഇനിയുള്ള അല്പസമയം. തിരുസഭയുടെ പാലകനെന്ന് യൗസേപ്പ് പിതാവിനെ വിശേഷിപ്പിക്കുമ്പോൾ നാം എന്താണ് തിരിച്ചറിയേണ്ടത്? ഹെറോദേസ് എന്ന ക്രൂരതയുടെ മുഖത്തു നിന്ന്, ആ കൊടുവാളിൽ നിന്ന് ഈ ലോകരക്ഷകനായ ഉണ്ണിമിശിഹായെ സംരക്ഷിച്ചവനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. എന്ന് പറഞ്ഞാൽ ലോകരക്ഷകനെ സംരക്ഷിച്ചവൻ. ലോകരക്ഷകന് ഈ കരുതലും കാവലും നൽകി ഈ അപ്പൻ കൂടെ നിന്നു. എന്ന് പറഞ്ഞാൽ അത് തിരുസഭയെ തന്നെ സംരക്ഷിച്ചു എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശുവിൻ്റെ ഭൗതിക ശരീരം എന്ന് പറയുന്നത് തിരുസഭയാണല്ലോ. അപ്പോൾ യേശുവിനെ സംരക്ഷിച്ചു എന്ന് പറയുമ്പോൾ തിരുസഭയെ കാത്തുപാലിക്കുന്നു യൗസേപ്പ് പിതാവ്. പ്രിയമുള്ളവർ, ഈ കാലഘട്ടത്തിൽ തിരുസഭ നേരിടുന്ന സംഘർഷഭരിതമായ അവസ്ഥകൾ അതെന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, നമുക്കറിയാം യൗസേപ്പ് പിതാവിനെക്കുറിച്ച് യൗസേപ്പ് പിതാവിൻ്റെ ലുത്തിനിയായിൽ നമ്മൾ വായിക്കുന്നത്, നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു: പിശാചുക്കളുടെ പരിഭ്രമമേ എന്നാണ്. എന്ന് പറഞ്ഞാൽ അന്ധകാര ശക്തികൾ ഈ യൗസേപ്പ് പിതാവെന്ന ആ ധീരതയെ കാണുമ്പോൾ ഭയന്ന് വിറയ്ക്കുമെന്ന് ചുരുക്കത്തിൽ നാം തിരിച്ചറിയണം, തിരുസഭയുടെ പാലകനായി, അധികായനായി ഈ സംരക്ഷകൻ ഇന്നും നിലകൊള്ളുന്നു. നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? തിരുസഭാത്മകതയുടെ വഴിത്താരകളിൽ പ്രയാണത്തിൽ രക്ഷകൻ്റെ പാലക, തിരുസഭയുടെ കാവൽക്കാര യൗസേപ്പ് പിതാവേ, എന്നും തിരുസഭയ്ക്ക് കാവലായി നിൽക്കണമേ എന്നുള്ള പ്രാർത്ഥന നമുക്കുണ്ടാകണം. അത് സഭാത്മകമായ സഭാസന്താനങ്ങളായ നമ്മൾ ഒരുമയോടെ ഹൃദയപൂർവ്വം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പോലും ഈ ശക്തനായ അപ്പൻ്റെ സംരക്ഷണം തേടണം. തിരുസഭയുടെ പാലകനായ ആ സത്യസഭയ്ക്കെന്നും പാലകനായി നിലകൊള്ളുന്ന, തിരുസഭയുടെ പാലകനായി എന്നും നിലകൊള്ളുന്ന ആ സ്നേഹദാതൻ്റെ ഒരു ഗാനം കേട്ട് നമുക്ക് മടങ്ങി വരാം. സത്യസഭയ്ക്കെന്നും പാലക നിന്നെ നിത്യവും വാഴ്ത്തിയിടുന്നു. ശുദ്ധനാം യൗസേപ്പ് പിതാവേ, നിൻ ഗീതങ്ങൾ ഉച്ചത്തിൽ പാടിയിടുന്നു. സത്യസഭയ്ക്കെന്നും പാലക നിന്നെ നിത്യവും വാഴ്ത്തിയിടുന്നു. ശുദ്ധനാം യൗസേപ്പ് പിതാവേ, നിൻ ഗീതങ്ങൾ ഉച്ചത്തിൽ പാടിയിടുന്നു.
അത്യുന്നതന്റെ പുത്രനെ പരിപാലിച്ചു കാത്തു നീ. നിത്യമഹത്വമേകി ദൈവത്തെ അനുസരിച്ചു നീ. അത്യുന്നതന്റെ പുത്രനെ പരിപാലിച്ചു കാത്തു നീ. നിത്യമഹത്വമേകി ദൈവത്തെ അനുസരിച്ചു നീ. നീതിമാനായിടും യേശുവിൻ്റെ പാലക, ഞങ്ങളെ തിരുക്കരങ്ങളിൽ വളർത്തണേ. നീതിമാനായിടും യേശുവിൻ്റെ പാലക, ഞങ്ങളെ തിരുക്കരങ്ങളിൽ വളർത്തണേ. സത്യസഭയ്ക്കെന്നും പാലക നിന്നെ നിത്യവും വാഴ്ത്തിയിടുന്നു. ശുദ്ധനാം യോസേപ്പ് പിതാവേ, നിൻ ഗീതങ്ങൾ ഉച്ചത്തിൽ പാടിയിടുന്നു. ദൈവത്തിൻ രാജ്യവും അവിടുത്തെ നീതിയും തേടുവാൻ, യേശുവിൻ്റെ വചനമെങ്ങും പങ്കുവയ്ക്കുവാൻ. ദൈവത്തിൻ രാജ്യവും അവിടുത്തെ നീതിയും തേടുവാൻ, യേശുവിൻ്റെ വചനമെങ്ങും പങ്കുവയ്ക്കുവാൻ. നീ തുണയ്ക്കു നായക, തിരുസഭയ്ക്കു പാലക, കാത്തുകൊള്ളുക തനയരേ ശാന്തിദായക. നീ തുണയ്ക്കു നായക, തിരുസഭയ്ക്കു പാലക, കാത്തുകൊള്ളുക തനയരേ ശാന്തിദായക. സത്യസഭയ്ക്കെന്നും പാലക നിന്നെ നിത്യവും വാഴ്ത്തിയിടുന്നു. ശുദ്ധനാം യോസേപ്പ് പിതാവേ, നിൻ ഗീതങ്ങൾ ഉച്ചത്തിൽ പാടിയിടുന്നു. സത്യസഭയ്ക്കെന്നും പാലക നിന്നെ നിത്യവും വാഴ്ത്തിയിടുന്നു. ശുദ്ധനാം യോസേപ്പ് പിതാവേ, നിൻ ഗീതങ്ങൾ ഉച്ചത്തിൽ പാടിയിടുന്നു. ഒരിക്കൽ ഒരു പെൺകുട്ടി പങ്കുവച്ച അനുഭവം ഓർക്കുന്നു. ഒരു ധ്യാനവേളയിലാണ് അവൾ യൗസേപ്പ് പിതാവിനെ കുറിച്ച് ഒരു പ്രഭാഷണം കേട്ടത്. അന്നു മുതൽ അവൾ യൗസേപ്പ് പിതാവിനോട് എന്നും പ്രാർത്ഥിക്കും, എൻ്റെ യൗസേപ്പ് പിതാവേ, എന്നെ വിശുദ്ധിയിൽ കാത്തുകൊള്ളണമേ, എന്നെ എപ്പോഴും സംരക്ഷിച്ചു കൊള്ളണമേ. അവൾക്ക് ഒരു ചെറുപ്പക്കാരനുമായി ഒരു അടുപ്പമുള്ള അവസ്ഥയിലായിരുന്നു അവൾ. അവൾക്ക് ഒരു ചെറുപ്പക്കാരനുമായി പ്രണയബന്ധമുണ്ടായിരുന്നു. എന്നാൽ മറ്റു ചില കൂട്ടുകാരികൾ പറഞ്ഞു, മോളെ, അവൻ അത്ര ശരിയായ വഴിയിലല്ല പോകുന്നത്, അതുകൊണ്ട് ആ ബന്ധം നിനക്ക് ചേർന്നതല്ല. എങ്കിലും അത് കേൾക്കാതെ അവനുമായുള്ളൊരു ബന്ധം, ആ പ്രണയബന്ധം അവൾ തുടർന്നുകൊണ്ടുപോയി. എന്നാൽ ഈ യൗസേപ്പ് പിതാവിനോടുള്ള വലിയ സ്നേഹം കൊണ്ടായിരിക്കാം ഒരിക്കൽ അവളുടെ മനസ്സിൽ തന്നെ ഒരു വീണ്ടും വിചാരം, കൂട്ടുകാർ പറഞ്ഞത് ശരിയാണോ, അവൻ്റെ വഴി ശരിയാണോ തെറ്റാണോ ഒന്നും അറിയില്ലല്ലോ. ഏതായാലും അവൾ ഇങ്ങനെ ചിന്തിച്ചു, ഇങ്ങനെ പ്രാർത്ഥിച്ചു യൗസേപ്പ് പിതാവിനോട്, എൻ്റെ യൗസേപ്പ് പിതാവേ, എനിക്കൊരു പ്രണയബന്ധമൊക്കെ ഉണ്ട്, ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, അവനെ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാനും പറ്റിയിട്ടില്ല. ഈശോയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഈ പ്രണയബന്ധം അങ്ങ് എടുത്തു മാറ്റിയേക്കണേ എന്ന് പറഞ്ഞ് യൗസേപ്പ് പിതാവിനോട് അവൾ പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, അത്ഭുതകരമായ ഒരു ഇടപെടൽ നമ്മൾ കാണുകയാണ് പിന്നീട്. എന്താണെന്നല്ലേ, ഇത് പ്രാർത്ഥിച്ചിട്ട് അവൾ കിടന്നുറങ്ങി. പിറ്റേന്ന് ഇവൾ കണ്ട ഒരു കാഴ്ച, ദിനപത്രത്തിലെ ഒരു വാർത്ത, അത് മറ്റൊന്നുമല്ല, പിടികിട്ടാ പുള്ളി അറസ്റ്റിൽ. ആ ഫോട്ടോ കണ്ട അവൾ ഭയപ്പെട്ടു പോയി സത്യത്തിൽ. കാരണം മറ്റാരുമായിരുന്നില്ല, യൗസേപ്പ് പിതാവേ, ഈശോയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഈ ബന്ധം എടുത്തു മാറ്റിയേക്കണേ എന്ന് ആരെക്കുറിച്ച് പറഞ്ഞു? അതേ ചെറുപ്പക്കാരൻ്റെ ഫോട്ടോ. പിടികിട്ടാ പുള്ളി അറസ്റ്റിൽ. കൊള്ളയും കൊട്ടേഷനും സ്ഥിരമാക്കി മാറ്റിയ ഒരു ചെറുപ്പക്കാരൻ. അവൾ വിളിച്ചത്, യൗസേപ്പ് പിതാവേ, അങ്ങനെ കാത്തല്ലോ എന്നാണ് പറഞ്ഞത്. കാരണം ഇവൾ പ്രാർത്ഥിച്ചത് രാത്രി 8:30 മണി സമയത്താണ്. ഇവൾ സന്ധ്യാപ്രാർത്ഥന വേളയിൽ ഈ യൗസേപ്പിനോട് പറയുന്നത്, യൗസേപ്പ് പിതാവേ, ഈശോയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഈ ബന്ധം എടുത്തു മാറ്റിയേക്കണേ എന്ന്.
അന്ന് രാത്രി 9:30 ഈ യുവാവിനെ അറസ്റ്റ് ചെയ്തു എന്നാണ് വാർത്ത കാണുക. അവൾ പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു: എവിടെ പോകുമ്പോഴും നിങ്ങൾ യൗസേപ്പ് പിതാവിൻ്റെ സംരക്ഷണം തേടുക. പ്രത്യേകിച്ച് യുവജനങ്ങൾ, അത് യുവാക്കന്മാരായിക്കൊള്ളട്ടെ യുവതികളായിക്കൊള്ളട്ടെ. പ്രിയമുള്ളവരെ, കാലഘട്ടം പ്രതികൂലമാണ്, സങ്കീർണമാണ്. ആരുമായിക്കൊള്ളട്ടെ, യൗസേപ്പ് പിതാവിൻ്റെ ശക്തമായ കരങ്ങളിൽ, ഉണ്ണിയേശുവിനെയും കന്യകാമേരിയെയും കാത്തുപാലിച്ച ആ ശക്തകരങ്ങളിൽ നമ്മളും നമ്മുടെ മക്കളും സുരക്ഷിതരാകണം. യൗസേപ്പ് പിതാവിനെ മുറുകെ പിടിക്കാം. കന്യകളുടെ കാവൽക്കാരൻ, കന്യാവ്രതക്കാരുടെ കാവൽക്കാരൻ. അതെ, നമുക്ക് ആ കന്യാവ്രതക്കാരുടെ കാവൽക്കാരൻ്റെ സ്നേഹപ്രകീർത്തനം ശ്രവിച്ച് മടങ്ങി വരാം.
ശത്രുകരങ്ങളിൽ നിന്നും ഈ അപ്പൻ്റെ ശക്തമായ കരം നമ്മളെ താങ്ങി നിർത്തും എന്ന് നമ്മൾ അറിയുകയാണ്. തീർച്ചയായും പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ യൗസേപ്പ് പിതാവിനെ കുറിച്ചുള്ള ആ അറിവ് എല്ലാ ഹൃദയങ്ങളിലും എത്തേണ്ടതുണ്ട്. മറഞ്ഞിരിക്കുന്ന ആ ദിവ്യരഹസ്യത്തെ മക്കളായ നമ്മളാണ് എവിടെയും പ്രചരിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധാത്മ നിവേശിതമായി സഭ ആ തിരിച്ചറിവിലേക്ക് കടന്നു വന്നത്. നമ്മൾ കാണുകയാണല്ലോ, ഇപ്പോൾ സീറോ മലബാർ ക്രമത്തിൽ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ദൈവാംബികയെയും മാർയൗസേപ്പിനെയും. അതെ, ഈ ബലിവേദിയിൽ ഓർക്കുകയാ, ദൈവാംബികയെയും ഒപ്പം മാർയൗസേപ്പിനെയും. അതിനർത്ഥം എന്താ? മറ നീക്കി ഈ ദിവ്യരഹസ്യം പുറത്തു വരേണ്ട കാലഘട്ടമായി. നന്മയിൽ, ശാന്തതയിൽ, വിനയത്തിൽ, വിശുദ്ധിയിൽ, നീതിയിൽ വർത്തിക്കണോ ഈ അപ്പൻ്റെ മാതൃക, അപ്പൻ്റെ കരുതൽ കാവൽ, അപ്പൻ്റെ നീതി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവം നമ്മളെ കാക്കും. കാരണം നീതിമാന ദൈവം വളർത്തുമല്ലോ, ദൈവം നടത്തുമല്ലോ. അതിനെല്ലാം ഈ അപ്പൻ മാതൃകയാണ്. അതുകൊണ്ട് അപ്പനെക്കുറിച്ച്, ഈ യൗസേപ്പ് പിതാവിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഹൃദയത്തിൽ ഗ്രഹിക്കണം. പരിശുദ്ധ അമ്മയോടൊപ്പം ഈ വത്സല താതനും. അമ്മ എന്താ പറഞ്ഞത്? ഈശോയെ കാണാതെ പോയി 3-ാം ദിവസം കണ്ടെത്തുമ്പോൾ പരിശുദ്ധ അമ്മ എന്താ പറഞ്ഞത്? മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിൻ്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ അന്വേഷിക്കുകയായിരുന്നു. ആദ്യം അമ്മ പറഞ്ഞത് ആരെക്കുറിച്ചാണ്? യൗസേപ്പ് പിതാവിനെക്കുറിച്ചാണ്. പ്രിയമുള്ളവരെ, അതാണ് അമ്മ നൽകുന്ന ആദരവ്. അപ്പോൾ എല്ലാ കുടുംബിനിമാരും ഭർത്താവിനെ എങ്ങനെ ആദരിക്കണമെന്ന് അമ്മ മാതൃക നൽകുകയാണ്. ആ താതൻ, ആ വത്സല താതൻ, തിരുക്കുടുംബത്തിന് പാലകനായി നിന്നവൻ. പണ്ടൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ മാർച്ച് മാസം വന്നു കഴിഞ്ഞാൽ ഈ സ്നേഹതാതൻ്റെ വണക്കമാസ ആചരണം ഉണ്ടായിരുന്നു. ഭാഗ്യപ്പെട്ട മാർയൗസേപ്പേ എന്ന് പ്രാർത്ഥിക്കാത്ത ഏതമ്മച്ചിമാരാ ഉള്ളത്? തിരിച്ചു പിടിക്കണം നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക്. തിരുക്കുടുംബത്തിൻ്റെ പാലകനായി അപ്പൻ നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കും, നമ്മളെ മക്കളെ നന്മയിൽ വളർത്തും. ഈ ശക്തമായ കരം പിടിച്ച് നമ്മൾ നടക്കണം, പിച്ച് വെച്ച് നടക്കണം. അപ്പൻ നമ്മളെ വഴി നടത്തും, ഒപ്പം പരിശുദ്ധ അമ്മയും ഉണ്ടാവും. അങ്ങനെ തിരുക്കുടുംബ ജീവിതത്തിൽ മുന്നേറുമ്പോൾ, അതെ, യഥാർത്ഥ സഭയുടെ, തിരുസഭയുടെ കുഞ്ഞായി നമ്മൾ വളരും. അങ്ങനെ നീങ്ങുമ്പോൾ കൗദാശികതയുടെ ആഴങ്ങൾ തിരിച്ചറിഞ്ഞ് നന്മയിൽ മുന്നേറുവാൻ, തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിൽ കുടുംബജീവിതം മുന്നോട്ട് നീങ്ങുവാൻ ഈ തിരുക്കുടുംബ ചൈതന്യം നമ്മളുടെ കുടുംബത്തിൽ നിറവായി മാറും. ഒപ്പം നന്മരണ മധ്യസ്ഥൻ, വിശുദ്ധമായ ഒരു മരണം പുൽകുവാൻ ഈ നന്മരണ മധ്യസ്ഥൻ എന്നും കാവൽ നിൽക്കും. ഇനിയോ തൊഴിലാളികളുടെ മധ്യസ്ഥൻ. അതെ, ഓരോ തൊഴിൽ ചെയ്യുമ്പോഴും ഈ അപ്പൻ്റെ മധ്യസ്ഥം തേടണം. നീതിയിൽ മുന്നേറുവാൻ നീതിമാനായ അപ്പൻ നമ്മളെ സഹായിക്കും. അങ്ങനെ തിരുസഭയുടെ പാലകനായ, കുടുംബങ്ങളുടെ സംരക്ഷകനായ, നന്മരുടെ മധ്യസ്ഥനായ, തൊഴിലാളികളുടെ മധ്യസ്ഥനായ, കന്യാവ്രതക്കാരുടെ കാവൽക്കാരനായ ഈ നല്ല പിതാവിൻ്റെ തിരുമാറിൽ നമുക്കും തലചായ്ക്കാം. ആ സ്നേഹം ആവോളം നുകർന്ന്, ആ വാത്സല്യം നുകർന്ന് നമുക്ക് മുന്നേറാം. നമ്മുടെ കുടുംബങ്ങളിലും ഉണരട്ടെ ആ വണക്കമാസ ആചരണത്തിൻ്റെ സുഹൃത ജപങ്ങൾ. ഈ നല്ല താതൻ എന്നും തണലാകട്ടെ, തുണയാകട്ടെ, നമ്മെ നയിക്കട്ടെ. ഏവർക്കും യൗസേപ്പ് പിതാവിൻ്റെ ഈ തിരുനാളിൻ്റെ സ്നേഹപ്രാർത്ഥനകളും മംഗളങ്ങളും ആശംസിക്കുന്നു. സത്യസഭയ്ക്കെന്നും പാലക നിന്നെ നിത്യവും വാഴ്ത്തിയിടുന്നു. ശുദ്ധനാം യൗസേപ്പ് പിതാവേ, നിൻ ഗീതങ്ങൾ ഉച്ചത്തിൽ പാടിയിടുന്നു. സത്യസഭയ്ക്കെന്നും പാലക നിന്നെ നിത്യവും വാഴ്ത്തിയിടുന്നു. ശുദ്ധനാം യൗസേപ്പ് പിതാവേ, നിൻ ഗീതങ്ങൾ ഉച്ചത്തിൽ പാടിയിടുന്നു.